പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, എന്നെ പൂർണ്ണമായ അങ്ങയുടെ സന്നിധിയെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ പരിപൂർണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുകയും പൂർണ്ണമായ വിടുതൽ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാമത്തെ വചനം ഞങ്ങളത് പ്രത്യേകമായി ധ്യാനിക്കുന്നു. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവർ ഭാഗ്യവതി. ഈശോയെ, വിശ്വസനും സദ്യവനുമായ ഈശോയെ, അങ്ങ് അരുളി ചെയ്തതെല്ലാം നിറവേറുമെന്ന് വിശ്വസിച്ച മറിയത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളുടെ വിശ്വാസക്കുറവിന് മാപ്പ് തരണമേ. 25 നോമ്പിൻ്റെ ദിനങ്ങളിൽ അങ്ങനെ വാഗ്ദാനങ്ങളിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനും അതുവഴി ഭാഗ്യം നേടുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, ദൈവം മറിയത്തിന് നൽകിയ വാഗ്ദാനം ലോകത്തിന് രക്ഷ നൽകുമെന്നതായിരുന്നു. ഞങ്ങൾക്ക് ക്രിസ്തുവിനെ നൽകുമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ക്രിസ്തുമസ്. ഈ ക്രിസ്മസ് ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് ധ്യാനിക്കുക. അവിടുത്തെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അത് നിറവേറാനായി കാത്തിരിക്കുക. പലപ്പോഴും മാനുഷിക ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, മാനുഷികമായ വാഗ്ദാനങ്ങൾക്ക് വേണ്ടി നോക്കിയിരുന്ന് ജീവിതം മുഴുവനും തീർക്കുന്ന ധാരാളം ജീവിതങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യൻ നൽകുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ്. അതിനേക്കാളൊക്കെ കൂടുതലായി വിശ്വസിക്കേണ്ടതും സത്യമെന്ന് മനസ്സിലാക്കേണ്ടതും ദൈവം നൽകിയ വാഗ്ദാനങ്ങളാണ്. പരിശുദ്ധ അമ്മയ്ക്ക് കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, വാഗ്ദാനം, അത് സത്യമാണ് എന്ന് ഉറപ്പായും നടക്കുമെന്ന് വിശ്വസിച്ചതുകൊണ്ടാണ് ലോകരക്ഷകനെ ലോകത്തിൽ നൽകുവാനായി സാധിച്ചത്. മനുഷ്യൻ നൽകുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ അടിപതറിപ്പോകുന്നത്. അവരിൽ വിശ്വസിച്ച് ധാരാളം പേരെ നമുക്കറിയാം. മനുഷ്യരുടെ പല വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ബിസിനസ് തുടങ്ങി അവരുടെ ജീവിതം നശിപ്പിച്ചവർ, ചില സൗഹൃദങ്ങളിൽ ചെന്ന് പെട്ടുപോയി ജീവിതം നശിപ്പിച്ചവർ, ഇങ്ങനെ വാഗ്ദാനങ്ങളിൽ പെട്ടുപോയി ജീവിതം ഊരാക്കുരുക്കിലായി പോയ ധാരാളം പേരെ നമുക്കറിയാം. മനുഷ്യൻ്റെ വാഗ്ദാനങ്ങളിൽ പെട്ടുപോയവരാണത്, മാനുഷികമായ വാഗ്ദാനങ്ങളിൽ. അങ്ങനെയുള്ളവരെ ഈ നിമിഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. തമ്പുരാൻ്റെ വാഗ്ദാനങ്ങളിൽ അവിടുത്തെ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കാനായിട്ട് അവളുടെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാണ്. വിശ്വസിച്ചവളാണ്, അത് സംഭവിക്കുമെന്ന് കരുതിയവളാണ്. മറിയത്തിൻ്റെ വിശ്വാസം കാരണമാണ് വാഗ്ദാനം അവളുടെ ജീവിതത്തിൽ നിറവേറിയത്. സംശയിക്കാതെ പൂർണ്ണമായി വിശ്വസിച്ചപ്പോഴാണ് അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംശയങ്ങളാണ്, അവിശ്വാസങ്ങളാണ്. ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് മറിയത്തെ പോലെ അചഞ്ചലമായ വിശ്വാസം നേടാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് നൽകിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് അതവരെ നിറവേറ്റുമെന്ന് വിശ്വസിച്ച് അവസാനം വലിയ കടബാധ്യതയിലേക്ക്, കടക്കെണിയിലേക്ക് കടന്നു പോകുന്ന ധാരാളം പേരെ നമുക്കറിയാം. അവർ തന്ന കാര്യങ്ങൾ ഉറപ്പായി അവർ നമുക്ക് നടത്തിത്തരുമെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ സംശയങ്ങൾ, വേദനകൾ, ഈ മനുഷ്യൻ്റെ മുമ്പിൽ നൽകുന്ന ഒരു വിശ്വാസം, അവരത് നടത്തിത്തരും എന്നുള്ളൊരു ചിന്ത, അങ്ങനെ വിശ്വസിച്ചിരുന്ന അവസാനം ഒറ്റപ്പെട്ടു പോയി ജീവിതം തന്നെ വിലയില്ലാത്ത രീതിയിൽ
സ്വയം കയ്യാളിച്ച് കടന്ന ധാരാളം മനുഷ്യരുണ്ട് ജീവിതത്തിൽ. ദൈവത്തിൻ്റെ വാഗ്ദാനം നിറവേറുമ്പോൾ ലഭിക്കുന്ന ഭാഗ്യമാണ് എലിസബത്ത് മറിയത്തെ വാഴ്ത്തി പറഞ്ഞത് ഭാഗ്യവതി എന്ന്. ഈ ലോകത്തിലെ സുഖങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസത്തിലാണ് യഥാർത്ഥ ഭാഗ്യമെന്ന് അവൾ മനസ്സിലാക്കുകയാണ്. ഈ ലോകത്തിലെ ഭാഗ്യങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന ആത്മീയ ഭാഗ്യത്തിനായിട്ട് തീവ്രമായി ആഗ്രഹിക്കണം. ഒരു നിമിഷം ശാന്തമായി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റാൻ ഈശോയെ ഞങ്ങളിലെ വിശ്വാസത്തിൻ്റെ കുറവുകൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. മറിയത്തെ പോലെ വിശ്വസ്തയോടെ കാത്തിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവോട് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്കും വാഗ്ദാനങ്ങൾക്കായി കാത്തിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഞങ്ങളുടെ വിശ്വാസം അചഞ്ചലമാകുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കർത്താവിയുടെ മറുപടി ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവെ നീ അരുളി ചെയ്ത വാഗ്ദാനങ്ങൾക്കായി വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകുന്നതിനും അവരുടെ കാത്തിരിപ്പ് ഫലമണിയുന്നതിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നോമ്പുകാലത്ത് ക്രിസ്തുവിൻ്റെ വരവിലൂടെ ഞങ്ങൾക്ക് ലക്ഷ്യം ലഭിക്കുന്ന വാഗ്ദാനം പൂർണ്ണമായി വിശ്വസിച്ച് സന്തോഷത്തോടെ ഒരുങ്ങുന്നതിന് വേണ്ടി ഈശോയെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ ഏറ്റുപറയുന്നു. നല്ല വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും വാഗ്ദാനങ്ങൾ നിറവേറ്റുവാനുള്ള ആഗ്രഹങ്ങളെയും ഈശോയെ അങ്ങനെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവായ ഈശോയെ അങ്ങാണ് എൻ്റെ രക്ഷകന്. അങ്ങ് അരുളി ചെയ്യുന്നതെല്ലാം നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. കർത്താവേ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നീ ഇടപെടണമേ. കർത്താവേ നിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് ഞാൻ ഏറ്റുപറയുകയാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ കർത്താവേ നീ ഇടപെടണമേ. സ്നേഹപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയ സഹോദരങ്ങളെ. പരിശുദ്ധമ്മ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് ഭാഗ്യം നേടിയവളായതുപോലെ നമുക്ക് തമ്പുരാൻ മുമ്പിൽ വിശ്വസിച്ചേറ്റ് പറയാം. കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. നമുക്ക് ശാന്തമായി ഈ ഒരു മന്ത്രം തന്നെ നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ടേയിരിക്കാം. കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. കർത്താവേ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോൾ എപ്പോഴും എന്നേക്കും. ആമേൻ.